ചില ആൾക്കാർ പെട്ടെന്ന് ഇടിച്ചു കയറി നമ്മുടെ ലൈഫിലോട്ട് വരാറുണ്ട്. ചിലവര് നമ്മുടെ കയ്യിലെ പൈസ നോക്കിയിട്ടും അല്ലെങ്കിൽ ഫെയിം കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫേമസ് ആവുകയോ ചെയ്യുമ്പോൾ ആ സമയത്ത് അത് കണ്ടുവരുന്ന കുറച്ച് ആൾക്കാരാണ്. പർട്ടിക്കുലർ ടൈമിൽ അവർ കാണുള്ളൂ, അത് കഴിയുമ്പോൾ അവർ അതേപോലെ തന്നെ അവർ പോവുകയും ചെയ്യും. പക്ഷെ ഇതിലൊന്നും പെടാത്ത വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അത് ചിലപ്പോ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാളായിരിക്കാം, മൂന്നാളായിരിക്കാം. ഈ വ്യക്തികൾ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ ഫ്ലോസും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ശാസിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ വഴക്ക് പറയാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവര് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ അവരെ ഒന്ന് മാറ്റി നിർത്താൻ നോക്കിയാൽ പോലും അവര്, അല്ലെങ്കിൽ നമ്മളൊന്ന് നീക്കി നിർത്തി ഒരു ഗ്യാപ്പ് ഇടാൻ നോക്കിയാൽ പോലും അവര് സമ്മതിക്കാതെ നമ്മളിങ്ങനെ അട്ട പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് നമ്മുടെ ആൾക്കാർ. അവരെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. കാരണം അവര് നമ്മളൊന്നും ഇല്ലായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണോ അവരെ നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ്, റോ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും നമ്മൾ അവഗണിക്കരുത്. അവരെ നമ്മൾ എപ്പോഴും ചേർത്ത് നിർത്തണം. അവരാണ് ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിലെ റിയൽ സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരിക്കലും നമ്മൾ അവഗണിക്കരുത്. നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തയ്ച്ചു കൊടുക്കുക. കാരണം ഈ കാലഘട്ടത്തില് മെയിനാണ്, ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉള്ളവര് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവഗണിക്കരുത്. അവരെ നമ്മളെ കൂടെ നിർത്തണം, ചേർത്ത് നിർത്തണം. കാരണം അവരാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിലുള്ളവർക്ക് അത്, നിങ്ങളുടെ ലൈഫിൽ അത് ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ്, അവർക്ക് ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.